ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗേസ് അർജു വേളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. കണ്ടിട്ടേ മുറ്റത്ത് ആ ചെടി 10 മണി പൂവൊക്കെ. അപ്പം അതെന്തായാലും കുറച്ചൊക്കെ ഒരു 3-4 ഐറ്റം കളറേ ഉള്ളൂ. പിന്നെ നമ്മളിന്ന് എന്താണെന്ന് വെച്ചാൽ ഉച്ചയ്ക്കിനകത്ത് സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കാൻ പോകുന്നത്, അതായത് ഒരു വെറൈറ്റി കറിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് പണ്ടൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ എന്തിനാണ് പ്രായമുള്ളവരൊക്കെ പ്രായമുള്ളവരെന്നല്ല, എല്ലാവരും ഉണ്ടാക്കുന്നൊരു സംഭവം തന്നെയാണ്. പക്ഷേ ഇപ്പോഴൊന്നും അങ്ങനെ ആരും ഉണ്ടാക്കത്തില്ല. ഒരു ചേമ്പിൻ്റെ തണ്ട്, കരിഞ്ചേമ്പിൻ തണ്ടെന്ന് പറയും. അപ്പോൾ അത് വെച്ചിട്ടൊരു തീയലുണ്ടാക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചക്ക കിട്ടി, അപ്പോൾ ചക്ക കൂട്ടാനും വയ്ക്കുന്നുണ്ട്. അപ്പോൾ തണ്ട് ഞാൻ അതിൻ്റെ ആ പുറം ഭാഗം തൊലിയെല്ലാം ഇങ്ങനെ ഉരിച്ച് കളഞ്ഞിട്ട് ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ചും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. പിന്നെ കുറച്ച് ചുവന്ന ഉള്ളിയും കൂടി വേണം. അപ്പം ഈ തണ്ട് ചെറിയ ചെറിയ, അതായത് കുറച്ച് നീളത്തിന്, നമ്മളിങ്ങനെ ഈ വെണ്ടയ്ക്ക കട്ട് ചെയ്തിട്ടില്ലേ സാമ്പാറിന്, അതുപോലെ കുറച്ച് നീളത്തിന് ഇങ്ങനെ കട്ട് ചെയ്തിട്ടിട്ട് പിന്നെ കുറച്ച് ഉള്ളിയൊക്കെ ഇടണം, ചെറിയ ഉള്ളി. അതാണ് മെയിനായിട്ട് ഇടേണ്ട സാധനം. അപ്പോൾ നല്ല ടേസ്റ്റാണ് തേങ്ങയും വറുത്തരച്ച് വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഉച്ചയ്ക്കത്തെ സ്പെഷ്യൽ ഫുഡ് കറി ഇതായിരിക്കും. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ വീഡിയോയിൽ കാണാം. അങ്ങനെ നമ്മളത് ആ തണ്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളിന്നിപ്പം നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള കറിയാണിത്. അപ്പോൾ മീനും ഫ്രൈ ചെയ്ത്, അയല മീനാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ മീനും ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ ചക്കക്കൂട്ടാൻ വെക്കണം. പിന്നെ ഇതൊരു തീയലും വെക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ കമൻ്റ് ഇടണം. പിന്നെ അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം വീഡിയോ. അപ്പോൾ നമുക്കിതിന് മെയിനായിട്ട് വേണ്ടിയ സംഭവം എന്ന് പറയുമ്പോൾ ചെറിയ ഉള്ളി, അതായത് ചുമന്ന ചെറിയ ഉള്ളിയാണ്. അപ്പോൾ ഇതാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ നമ്മളത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് തണ്ട്. അപ്പോൾ ഇത് ഞാൻ തൊലിച്ചെടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി തൊലിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് നന്നായിട്ട് കഴുകിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇപ്പോൾ ഇനി മീൻ മസാല വെട്ടിയിരിക്കണം ഫ്രൈ ചെയ്യാനായിട്ട്, അതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൽ കുറച്ച് മസാലയൊക്കെ ഇട്ടെടുക്കണം ഫ്രൈ ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മളെ മീൻ മസാല വെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ഇട്ടതെന്ന് വെച്ചാൽ മുളക് പൊടി, കുരുമുളക് പൊടി, കറി മസാല, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെയാണ് ഇട്ടത്. ഇതിപ്പോൾ നമ്മളിതാ തേങ്ങ വറുക്കാനായിട്ട് വെച്ചിട്ടാണ് ഗ്യാസിൽ. ഇപ്പോൾ തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കണം. പിന്നെ ചക്കക്കൂട്ടാൻ ഓൾറെഡി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ മീനും ഫ്രൈ ചെയ്തു. അപ്പോൾ നമ്മുടെ തേങ്ങ വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ തീയൽ വയ്ക്കാനായിട്ടാണ്. അപ്പോൾ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് മുളക് പൊടിയും കുരുമുളക് പൊടിയും പിന്നെ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ ശകലം മസാലപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ തേങ്ങ വറുത്തത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മളത് ഉള്ളി വഴറ്റി, അത് നമുക്ക് എടുക്കാൻ പറ്റിയില്ല.
അപ്പോൾ നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന തണ്ട് ചെറിയ ഉള്ളിയും കൂടി എണ്ണയിൽ നന്നായിട്ട് കടുക് വറുത്ത് വഴറ്റണം. എന്നിട്ട് പച്ചമുളക് ഇടണം, കറിവേപ്പില ഇടണം. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് അരച്ച് വെച്ചേക്കുന്ന അരപ്പ് വീഴ്ത്തണം. അപ്പോൾ ഞാൻ ഈ തേങ്ങ വറുത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മുറ്റത്ത് കാടൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം ഇന്നിപ്പോൾ നല്ല വെയിലുണ്ട്. അപ്പം മുറ്റത്ത് നല്ല കാടായിരുന്നു. അപ്പോൾ അതെല്ലാം ആളിനെ വിളിച്ചിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ മഴ കാരണമാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റാഞ്ഞത്. അപ്പോൾ 2 ദിവസം വെയിലായപ്പോഴത്തേക്കും നമ്മൾ മുറ്റത്ത് കാടൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി മൊത്തത്തിൽ ഫ്രണ്ടൊക്കെ ഫുള്ള് കാടെടുക്കാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ മക്കളൊന്നുമില്ല, മക്കളൊക്കെ ട്യൂഷന് പോയിട്ടുണ്ട്. അപ്പോൾ അവർ ഇതുവരെയായിട്ടും എത്തിയിട്ടില്ല. കുറേ പച്ചക്കറിയൊക്കെ വാങ്ങിക്കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ എന്തെങ്കിലുമൊക്കെ പച്ചക്കറി കൂട്ടാനും കൂടി വെക്കണം. അപ്പോൾ നമ്മൾ പച്ചക്കറി വാങ്ങിക്കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് സാമ്പാർ ഉണ്ടാക്കാനാണ്, പിറ്റേന്നത്തേക്ക് സാമ്പാറും ദോശ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പച്ചക്കറി മേടിച്ച് വെച്ചേക്കുന്നത്. പിന്നെ ഞാൻ ബ്രെഡും പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു പുഡിങ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വരിക്കച്ചക്ക വെച്ചിട്ട് കിണ്ണത്തപ്പം ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നമ്മൾ വരിക്കച്ചക്ക ഓൾറെഡി നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ക്ലീൻ ചെയ്തിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടി ഉണ്ട്. പിന്നെ അതുപോലെ കോൺഫ്ലവർ, പഞ്ചസാര, അങ്ങനെ നമ്മൾ വരിക്കച്ചക്ക വെച്ചിട്ട് കിണ്ണത്തപ്പം ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. അപ്പം നമുക്കത് എന്തൊക്കെയാണെന്നുള്ളത് കാണാം. പിന്നെ ഒരു 1 പാൽ ഞാൻ എടുത്തിട്ടുണ്ട്. 1/2 ലിറ്റർ പാലാണ്. 1/2 ലിറ്റർ പാലിലാണ് നമ്മൾ കിണ്ണത്തപ്പം ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മൾ വരിക്കച്ചക്ക ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്നത് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ അത് നമുക്ക് എന്തായാലും മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ കുറച്ച് എന്തായാലും ഇത് ഫുൾ ഇടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കുറച്ചുണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ അധികം ചെറുതായിട്ട് ശകലമല്ല ഉണ്ടാക്കുന്നത്, ഒരു വലിയ പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തായാലും വരിക്കച്ചക്കയിൽ നിന്ന് എപ്പോഴും കിട്ടുന്നതല്ലല്ലോ. അപ്പോൾ നമുക്ക് വല്ലപ്പോഴും കിട്ടുന്ന സമയത്തല്ലേ, അപ്പം കുറച്ചുണ്ടാക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഞാൻ ശകലം പാലും കൂടി ഇട്ടിട്ട്, അതായത് കുറച്ച് പാലും കൂടി ഇതിൽ വീത്തിയിട്ടാണ് ഞാൻ ചക്ക മിക്സിയിൽ അടിച്ചെടുക്കുന്നത്. എങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ട് അരിഞ്ഞ് കിട്ടത്തുള്ളൂ. അപ്പോൾ കുറച്ച് ഒഴിച്ചാൽ മതി, ബാക്കി നമുക്ക് അല്ലാതെ എടുക്കാം. അപ്പോൾ കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ട് മിക്സിയിൽ നിന്ന് അരച്ചെടുക്കാം. അപ്പോൾ കുറച്ച് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. കോൺഫ്ലവർ എന്ന് പറയുമ്പോൾ ഒരു 4 ടീസ്പൂൺ വേണം. അപ്പോൾ 1/2 ലിറ്റർ പാലിൽ 4 ടീസ്പൂൺ കോൺഫ്ലവറാണ് ഞാൻ എടുത്തേക്കുന്നത്. ഞാനിപ്പോൾ ഇതിൽ കുറച്ചുള്ളായിരുന്നു, അപ്പോൾ അത് 4 ടീസ്പൂൺ ഉണ്ട്. അപ്പോൾ ഞാനതെല്ലാം കൂടി ഒരു ബൗളിലേക്ക് തട്ടിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മളിതാ ഈ പാത്രത്തിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് പാലും പിന്നെ അതുപോലെ കോൺഫ്ലവറും കൂടി ഒന്ന് ചൂടാക്കി മിക്സ് ചെയ്ത് കുറുക്കിയെടുക്കാം. അപ്പോൾ കുറച്ച് ഒഴിച്ചിട്ടുണ്ട് മിക്സ് ചെയ്യാനായിട്ട്. ബാക്കി നമ്മൾ അതിൽ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സ് ചെയ്ത് എടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതിൻ്റെ കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് വേണം നമുക്ക് അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് എടുക്കാം. അതിൻ്റെ ബാറ്റർ നല്ല കട്ടിയാക്കി എടുക്കാനുള്ളത്. ഇല്ലെന്നുണ്ടെങ്കിൽ അടുക്കി പിടിക്കും, പിന്നെ കട്ടയായിട്ട് പിന്നെ നമുക്ക് കിണ്ണത്തപ്പത്തിൻ്റെ ആ ഒരു പരുവം കിട്ടത്തില്ല.
അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം കട്ടകളൊന്നും ഉണ്ടാകാൻ പാടില്ല. പിന്നെ ഞാൻ കുറച്ച് പഞ്ചസാര ഇടുന്നുണ്ട്, മധുരത്തിനനുസരിച്ച്. നമുക്കിപ്പോൾ കൂടുതൽ മധുരം വേണമെങ്കിൽ അങ്ങനെ ഇടാം, കുറച്ച് മധുരം വേണമെങ്കിൽ അത്ര അങ്ങനെ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 5-6 ടീസ്പൂൺ ഇടുന്നുണ്ട്. അപ്പോൾ നമുക്കിതാ ബാക്കി പഞ്ചസാരയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യണം. നമ്മളിതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ലാസ്റ്റിലാണ് തീ കത്തിക്കുന്നത്. അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം മാത്രമേ നമുക്ക് തീ കത്തിക്കാൻ പറ്റൂ. ഇത് കൈവിട്ടിട്ട് പിന്നെ നമുക്ക് ഓരോന്നിനും പോകാൻ പറ്റത്തില്ല, അപ്പോഴത്തേക്കും അടുക്കി പിടിക്കും. അപ്പോൾ അങ്ങനെ ആരും ചെയ്യില്ല. അപ്പോൾ എന്തായാലും ഇതാ കോൺഫ്ലവറും പഞ്ചസാരയും പാലും കൂടി നന്നായിട്ട് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൽ കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ഇടണം. അപ്പോൾ അത് നമുക്ക് എന്തായാലും ഇടാം. ഇപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഇതൊന്ന് കുറുകി വരുമ്പോഴത്തേക്കും നമുക്ക് ചക്ക ഇടാം. അപ്പോൾ ഇതാ നമ്മുടെ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചക്ക ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ തന്നെ നമ്മുടെ ഒരു ഇത് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കൈ വിടാണ്ട് ഇങ്ങനെ ഇളക്കി നല്ല ഒരു ബാറ്റർ നല്ല കട്ടിയാകുമ്പോഴത്തേക്കും. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കുറച്ച് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ചക്ക അടിച്ച് വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഞാൻ കുറച്ച് നെയ്യ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കാരണം നെയ്യ് കുറച്ചേ ഉള്ളായിരുന്നു. അപ്പോൾ അതൊരു ടീസ്പൂൺ ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെയ്യും കൂടി ഒഴിച്ച് കൊടുത്തിട്ടാണ് നമ്മൾ നന്നായിട്ട് ഇളക്കിയെടുക്കുന്നത്. ഇനി നമുക്ക് ഒരു പാത്രം എടുത്തിട്ട്, അതായത് ഒരു കുറച്ച് വട്ടത്തിനുള്ള ഏത് ഷേപ്പിലുള്ള പാത്രമായാലും കുഴപ്പമില്ല. ഞാൻ ഇത്തിരി വട്ടത്തിന് വലുതായിട്ടുള്ളൊരു ഫ്രൈ പാൻ്റെ ഒരു പാത്രം ഉണ്ട്, അപ്പോൾ അതേപോലത്തിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ സെറ്റ് ആയതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് ഇനിയൊരു റൗണ്ട് പദ്ധതി, അതായത് ഞാനിപ്പോൾ ഒരു പാനാണ് വെച്ചിരിക്കുന്നത്, അതായത് നല്ല വട്ടത്തിന് കുറച്ച് വലുതായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയും വലിയ വട്ടത്തിനുള്ള ഒരു ടിന്നൊന്നും ബൗളൊന്നും എൻ്റെ ഇല്ല. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ ഇതിൽ ഒഴിച്ചേക്കാന്ന് വെച്ചാൽ അപ്പോൾ സെറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് തോനെയുണ്ട്, അപ്പോൾ അതുകൊണ്ടിട്ടാണ്. അപ്പോൾ ഇതാ നല്ല സെറ്റായിട്ടുണ്ട്. ഇനി ഇത് നമുക്കിനി നട്ട്സ്, അതായത് നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ ഇടാം. അപ്പോൾ ഞാൻ അതും കൂടി ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ നെയ്യിൽ വറുത്തിട്ട് ഇതിലിടാം. അപ്പോൾ ഞാൻ അല്ലാണ്ട് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിലിങ്ങനെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടി എടുത്ത് വെച്ച് കൊടുക്കാം. കാരണം അത് വെച്ചാലും ഇവിടെ ആരും കഴിക്കത്തില്ല, എടുത്ത് കളയും. അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊന്നും മക്കൾ കഴിക്കത്തില്ല. അത് ഏതിലിട്ടാലും അവരെടുത്ത് കളയത്തേ ഉള്ളൂ, അത് കഴിക്കത്തില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് കുറച്ച് അതിൻ്റെ മേഖലയിലോട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എന്തായാലും ഞാൻ വച്ച് കൊടുക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമുക്കത് കുറച്ച് മതി. അപ്പോൾ മുന്തിരിങ്ങയും അണ്ടിപ്പരിപ്പും കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് സെറ്റായിട്ട് വരുമ്പോഴത്തേക്കും നല്ല ഇതാണ്, നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ ജെല്ലി കണക്കിരിക്കും, നല്ല അടിപൊളിയാണ്. അപ്പം ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണം. ചക്കയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നാൽ ചായക്കൊക്കെ വൈകുന്നേരമൊക്കെ ഒരു പീസ് വീതം നമുക്ക് കേക്ക് കട്ട് ചെയ്ത് കഴിക്കാം. അങ്ങനെ നമ്മുടെ കിണ്ണത്തപ്പമൊക്കെ റെഡിയായി. പിന്നെ അടുത്തത് പുഡിങ് സിമ്പിളായിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. പുഡിങ്ങിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ ബ്രെഡ് കൊണ്ടിട്ട് വെച്ചതാണ്. അപ്പോൾ ബ്രെഡ് കൊണ്ടിട്ട് മക്കൾക്ക് വൈകുന്നേരമൊക്കെ കുറച്ച് ജസ്റ്റ് ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്നൊന്ന് ഉണ്ടാക്കിയതാണ്. പിന്നെ അതുകൊണ്ടിട്ടാണ് ഞാൻ പിന്നെ ഇതിലിടാഞ്ഞത്, റെസിപ്പിയൊന്നും ഇടാഞ്ഞത്. നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇനിയിപ്പോൾ ഇത് കുറച്ച് ഡെക്കറേഷൻ ചെയ്യണം. അപ്പോൾ ഇത് സെറ്റായി വന്നിട്ടില്ല. ഇനി ഇതെന്തായാലും ഫ്രീസറിൽ വെച്ച് ഒന്ന് സെറ്റാക്കി എടുക്കണം നമുക്ക്. പിന്നെ നമ്മുടെ കിണ്ണത്തപ്പം ഒന്ന് സെറ്റായിട്ടുണ്ട്, കുറച്ചും കൂടി ആകാനുണ്ട്. അപ്പോൾ ഇവിടെ മക്കൾ വന്നിട്ടുണ്ട്, അപ്പോൾ അവർക്ക് വേണമെന്ന് പറഞ്ഞിട്ട് വെള്ളം പിടിച്ചിട്ട്, അപ്പോൾ ഞാൻ കുറച്ചും കൂടി സെറ്റാവാനുണ്ട്. എങ്കിലും കട്ട് ചെയ്ത് നമുക്ക് കഴിക്കാം, കുഴപ്പമില്ല. അപ്പോൾ ഞാൻ അതെന്തായാലും ഒരു കത്തിക്ക് കട്ട് ചെയ്തിട്ട് ഞാൻ ഒരു സ്പൂണിന് കോരിയിട്ട് എടുക്കുകയാണ് മക്കൾക്ക് കൊടുക്കാനായിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്, എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയുമായി കാണാം. അസ്സലാമു അലൈക്കും.